നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഏറെ ആകാംക്ഷ നിറഞ്ഞ ദിവസമാണ്. കാരണം മാസപ്പടി കേസ് ഏറെ വിവാദമായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ഇന്ന് ഇഡിക്ക് മുൻപിൽ ടി വീണ ചോദ്യം ചെയ്യലിനായിട്ട് ഹാജരാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് 10 മണിക്ക് കൊച്ചിയിലുള്ള കടവന്ത്ര ഇഡി ഓഫീസിൽ വീണ ഹാജരാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. CMRലുമായി നടത്തിയ സാമ്പത്തിക ഇടപാടടക്കമുള്ള കാര്യങ്ങൾ ഇഡി ചോദിച്ചറിയാനായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അനാരോഗ്യത്തെ തുടർന്ന് അന്ന് സാവകാശം തേടുകയായിരുന്നു ടി വീണ. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇഡി ശശീന്ദ്രൻ കർത്തിയുടെ ഭാര്യ ജയ കർത്തിയെയും ശരണസ് കർത്തിയെയും മകളെയൊക്കെ തന്നെ മാറി മാറി ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ചോദ്യം ചെയ്യലിലെ കൃത്യമായിട്ട് ഹാജരാവുകയും ചെയ്തിരുന്നു. ഇതുവരെയായിട്ട് വീണയാണ് കൊച്ചിയിൽ ഹാജരാകാനായിട്ട് എത്താതിരുന്നത്. ഏതായാലും ഇനി എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് എത്താതിരിക്കുമോ അതോ ഇന്ന് ചോദ്യം ചെയ്യലായിട്ട് ഇഡിക്ക് മുന്നിൽ വീണ എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കൊച്ചിയിലെ ഇഡി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. കമ്പനിയുടെ കഴിഞ്ഞ 15 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ ശരൺ കർത്തിയോട് ഇഡി ആവശ്യപ്പെട്ടിരുന്നു. ജയ കർത്ത ഡയറക്ടറായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം കൃത്യമായി തിരിച്ചടവ് നടത്താതിരുന്നിട്ടും എക്സാലോജിക് കമ്പനിക്ക് 50 ലക്ഷം രൂപ വായ്പ നൽകിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇഡി പ്രധാനമായും അന്വേഷിക്കുന്നുണ്ട്. ഇതിന് മുന്നോടിയായിട്ട് ശശീന്ദ്രൻ കർത്തിയുടെ മകളും CMR ഡയറക്ടറുമായ ഷിബി എസ് കർത്തിയെയും കഴിഞ്ഞ ദിവസം ഇഡി ചോദ്യം ചെയ്തിരുന്നു. CMRലിന്റെ സഹോദര സ്ഥാപനവും കേസിലെ പ്രതിപട്ടികയിലുള്ളതുമായ നിപുണ ഇന്റർനാഷണൽസിന്റെ ഡയറക്ടർ കൂടിയായ ഷിബിയിൽ നിന്നും ഈ ഇടപാടുകളെ കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങളും ഇഡി ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവരിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് കൃത്യമായിട്ട് വീണയിൽ നിന്ന് പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ഇഡി അന്വേഷിക്കുക. നേരത്തെ ഈ മാസം 12-നായിരുന്നു ഹാജരാകാൻ സമൻസ് നൽകിയിരുന്നതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വൈദ്യപരിശോധനാ വിവരങ്ങൾ സഹിതം വീണ കൂടുതൽ സമയം തേടുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇഡി 5 ദിവസത്തെ സാവകാശം കൂടി ടി വീണയ്ക്ക് അനുവദിച്ച് പുതിയ സമൻസ് നൽകിയത്. ആവശ്യപ്പെട്ട രേഖകൾ അഭിഭാഷകൻ വഴി സമർപ്പിക്കാമെന്ന വീണയുടെ നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് കരിമണൽ കമ്പനിയിൽ നിന്ന് എന്തിനാണ് പണം കൈപ്പറ്റിയത് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം നേരിട്ട് ഹാജരാകാൻ ഇഡി കർശന നിർദ്ദേശം നൽകിയത്. ഇപ്പോഴും എന്തിനാണ് വീണയുടെ കമ്പനിക്ക് എന്ത് സേവനത്തിനാണ് ഈ പണം നൽകിയിരിക്കുന്നത് അതിനുള്ളൊരു ഉത്തരം ഇതുവരെയായിട്ട് ടി വീണയോ അല്ലെങ്കിൽ വീണയെ സംരക്ഷിക്കുന്ന പാർട്ടിയോ ഒന്നും തന്നെ ഇതുവരെ കൃത്യമായിട്ടൊരു ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ഇന്ന് വീണ ഇഡിക്ക് മുന്നിലെത്തുന്നത് എന്തോ ദുരൂഹമായിട്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇഡി സംശയിക്കുന്നത്. അല്ലാത്ത പക്ഷം അത് തെളിയിക്കാനായിട്ട് വീണയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രധാന ഒരു കടമ്പ എന്ന് പറയുന്നത്. മുമ്പ് നടത്തിയ റെയ്ഡുകളിൽ ഇഡി വീണയിൽ നിന്നും ചില സുപ്രധാന രേഖകൾ പിടിച്ചെടുക്കുകയും പ്രാഥമിക മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ രേഖകളുടെയും CMRലുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് നിലവിൽ ശേഖരിക്കുന്ന മൊഴികളുടെയും അടിസ്ഥാനത്തിലാവും വീണയുടെ അടുത്ത ഘട്ട ചോദ്യം ചെയ്യൽ നടക്കുക. IT കൺസൾട്ടൻസി സേവനങ്ങളൊന്നും നൽകാതെ CMRL കമ്പനിയിൽ നിന്ന് വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് 2,78 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് ഇഡിയുടെ സുപ്രധാന കണ്ടെത്തൽ. അതായത് 2016 മുതൽ 2021 വരെയുള്ള കാലയളവിലാണ് ഈ തുക അക്കൗണ്ടുകളിലേക്ക് കൈമാറിക്കൊണ്ടിരുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിലും CMRL കമ്പനി കഴിഞ്ഞ 15 വർഷത്തിനിടെ 132 കോടിയിലധികം കണ്ടെത്തൽ പ്രകാരം രൂപയുടെ വ്യാജ ചെലവുകൾ കാണിച്ച് വിവിധ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി പണം നൽകിയതായും ആരോപണം ഉയർന്നിരുന്നു. ഈ കേസിൽ ഹൈക്കോടതി ഇഡി അന്വേഷണത്തിന് അനുമതി നൽകിയതിനെ തുടർന്നാണ് SFIO ശേഖരിച്ച സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പ്രത്യേക കോടതി ഇഡിക്ക് കൈമാറിയിരുന്നത്. ഈ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നിലവിലെ ചോദ്യം ചെയ്യലുകൾ പുരോഗമിക്കുന്നത്. മുമ്പ് നടന്ന റെയ്ഡുകളിൽ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായി 18,36 ലക്ഷം രൂപ ഇഡി ഇതിനകം മരവിപ്പിച്ചിട്ടുണ്ട്. എക്സാലോജിക്കും കരിമണൽ കമ്പനിയും തമ്മിലുള്ള എല്ലാ ഇടപാടുകളുടെയും രേഖകളും ഇഡിക്ക് കൈമാറാൻ നേരത്തെ കോടതി നിർദ്ദേശിച്ചിരുന്നു. CMRL MD SN ശശീന്ദ്രൻ കർത്ത, മകൻ ശരണസ് കർത്ത, കുടുംബാംഗങ്ങൾ, കമ്പനിയുടെ ചീഫ് ഫിനാൻസ് ഓഫീസർ K സുരേഷ് കുമാർ, സീനിയർ
സീനിയർ മാനേജർ NC ചന്ദ്രശേഖരൻ തുടങ്ങിയ 9 പേർക്കാണ് ആദ്യഘട്ടത്തിൽ നോട്ടീസ് വിളിപ്പിച്ചത്. ഇതിനിടെ വീണ വിജയനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിമുറുക്കിയതോടെ പ്രതിരോധ കവചം തീർക്കാനുള്ള പരസ്യ നീക്കങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കാനാണ് CPM തീരുമാനം. കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്കറിയാം, പിണറായി വിജയന്റെ വസതിയിൽ നടന്ന ED റെയ്ഡിൽ പാർട്ടി പ്രവർത്തകർ പരസ്യമായി പ്രതിഷേധിച്ചത് പ്രതികൂലമായി ബാധിച്ചെന്ന വിലയിരുത്തലാണ് ഈ തീരുമാനം. ആ കേസ് അവിടെ വേറെ നടക്കുന്നുണ്ട്. കാരണം അവിടെ വന്ന് ED കൃത്യമായിട്ട് റെയ്ഡ് നടക്കുന്നതിനിടയിൽ അവർ അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് നേരെ ഉണ്ടായത് അതിമാരകമായിട്ടുള്ള ആക്രമണമാണ്. അത് കേരളം മുഴുവൻ മാധ്യമങ്ങളിലൂടെ ലൈവായി തന്നെ കണ്ടതാണ്. അവരെ അസഭ്യം വിളിച്ചും ആയുധങ്ങൾ ഉപയോഗിച്ച് അവരുടെ വാഹനങ്ങൾ തല്ലി തകർത്തും അവർക്ക് നേരെ പാഞ്ഞെടുത്തുകൊണ്ടാണ് CPM നിലവിട്ട് പ്രതിഷേധം നടത്തിയത്. ഇതേ തുടർന്ന് പ്രതിപക്ഷ നേതാവിന്റെ മകൾക്കെതിരെയുള്ള കേസാണെങ്കിൽ അവർ നിയമപരമായി നോക്കുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരസ്യമായി പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവലോകന റിപ്പോർട്ട് കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കമ്മിറ്റിയിലും വിശദമായി ചർച്ച ചെയ്തിരുന്നു. ED റെയ്ഡ് സംബന്ധിച്ച പരാമർശം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ നടന്ന പ്രതിഷേധം അതിര് കടന്നെന്ന അഭിപ്രായം സംസ്ഥാന കമ്മിറ്റിയിൽ ചില നേതാക്കൾ പ്രകടിപ്പിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ മകൾ താമസിക്കുന്ന വീടായതുകൊണ്ടാണ് ED അവിടെ എത്തിയത്. പ്രതിപക്ഷ നേതാവിനെ ED ചോദ്യം ചെയ്തില്ല. ആ സാഹചര്യത്തിൽ കേന്ദ്രസേനയെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടന്നത് ശരിയായില്ലെന്ന അഭിപ്രായവും ചില നേതാക്കൾ പ്രകടിപ്പിച്ചു. ഇതേ തുടർന്നാണ് നിലപാടിൽ വ്യക്തത വരുത്താൻ പാർട്ടി തയ്യാറാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കൊച്ചിയിലെ EDയുടെ ഓഫീസിന് മുൻപിലൊക്കെ തന്നെ വലിയ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. മാത്രമല്ല, അവിടെ കേന്ദ്രസേനയുടെ വലിയ ഒരു അകമ്പടി തന്നെയുണ്ട്. കാരണം അവിടെ വീണ വിജയൻ ഇനി അഥവാ ചോദ്യം ചെയ്യലിൽ എത്തുകയാണെങ്കിൽ CPM പ്രവർത്തകർ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധവുമായി എത്തുമോ എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കേരള പോലീസും അതുപോലെ തന്നെ കേന്ദ്രസേനയും അവിടെ കൃത്യമായിട്ടുള്ള സംരക്ഷണം തീർത്തിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മേധാവി രാഹുൽ നവീൻ അടക്കം നേരിട്ട് കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നടക്കുന്ന കേസന്വേഷണത്തിൽ നേരിട്ടാണ് അദ്ദേഹം വിലയിരുത്തിയത്. അദ്ദേഹം കൊച്ചിയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗവും ചേർന്നിട്ടുണ്ടായിരുന്നു. CMRL എക്സാലോജി കേസിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു രാഹുൽ നവീൻ നേരിട്ട് കൊച്ചിയിലെത്തി കാര്യങ്ങൾ അദ്ദേഹം വിശദമായി തന്നെ പരിശോധിച്ചത്. കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകുമെന്നും ED വാർത്താക്കുറിപ്പ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം 27-നാണ് ED ഉദ്യോഗസ്ഥർ പിണറായി വിജയന്റെ പിണറായിയിലെയും തിരുവനന്തപുരത്തെയും വീടുകളിലടക്കം സംസ്ഥാനത്തെ പുറത്തുമായി ഏകദേശം 10-12 ഇടത്ത് റെയ്ഡ് നടത്തിയതാണ്. പിന്നാലെ സംസ്ഥാനം വ്യാപകമായി CPM പ്രതിഷേധങ്ങൾ നടത്തി. പിണറായിയുടെ വീട്ടിൽ നിന്ന് റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറുകൾ തല്ലി തകർക്കുകയും ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ആക്രമണം നടത്തിയവരെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ഗുരുതര വകുപ്പുകൾ ചുമത്തുകയും ചെയ്തിരുന്നു. ഇന്ന് ഏറെ നിർണായകമാണ്. കൃത്യമായിട്ട് EDയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ വീണയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഇന്ന് അറിയേണ്ടത്.